ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. കാലത്തിന്റെ കാവൽക്കാരൻ, കർമ്മത്തിന്റെ കണക്ക് സൂക്ഷിക്കുന്നവൻ, നീതിയുടെ നിഴൽ, അതാണ് ശനിദേവൻ. പൂരിട്ടാതിയിൽ നിന്ന് ഉത്രിട്ടാതിയിലേക്ക് നക്ഷത്രങ്ങളുടെ വഴിയിലൂടെ ശനി സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വന്തം നക്ഷത്രത്തിലാണ് ശനി. ശനി കനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വീഡിയോയിൽ ക്യാപ്ഷനായി ശനി കനിയുന്നു എന്നുള്ളത് അവതരിപ്പിച്ചത്. സ്വന്തം നക്ഷത്രത്തിൽ ശനി കനിയുന്നു, ശക്തി വർദ്ധിക്കുന്നു, കർമ്മം ഉണരുന്നു, വിധി എഴുന്നേൽക്കുന്നു. ഇത് രാശിമാറ്റമല്ല, ഇത് വിധി മാറ്റമാണ്. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. സ്വാഗതം ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഒന്നിച്ച് യാത്രയാകാം ശനി കനിയുന്ന കാലത്തിന്റെ സാക്ഷിയാകാനായി. ശാന്തമായ മീനം രാശിയുടെ ആഴങ്ങളിൽ കാലത്തിന്റെ ഗുരുവായ ശനി ഇന്ന് ഒരു നക്ഷത്രവാതിൽ കടന്നിരിക്കുകയാണ്. ഉരുട്ടാതിയിൽ നിന്ന് സ്വന്തം ശ്വാസമായിട്ടുള്ള ഉത്രിട്ടാതിയിലേക്ക് 2026 ജനുവരി 20 ശനി നക്ഷത്രം മാറി ഉത്രിട്ടാതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് രാശിമാറ്റമല്ല, പക്ഷെ വിധിയുടെ താളം മാറുന്ന ഒരു നക്ഷത്ര മാറ്റമാണ്. സ്വന്തം നക്ഷത്രത്തിൽ എത്തിയ ശനി ഇനി ദുർബലനല്ല, തളർച്ചയില്ലാത്ത നീതിയുടെ നിഴലാണ് ശനി. ജലരാശിയിലെ അസ്ഥിരതകൾക്കിടയിലും ശനി കനിയുന്നുണ്ട്. കഠിനതയല്ല, പക്വതയാണ് ഇനി അവന്റെ ഭാഷ. 2026 മെയ് 16 വരെ ഉത്രിട്ടാതിയിൽ ശനി വസിക്കുമ്പോൾ 12 രാശികളിലും 27 നക്ഷത്രക്കാർക്കും കാലം പുതിയ പരീക്ഷകൾ എഴുതുന്നതാണ്. എന്നാൽ ധൈര്യത്തിനും ക്ഷമയ്ക്കും ഇനി മറുപടി കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം ശനിയുടെ ഈ നക്ഷത്രമാറ്റം ഓരോ രാശിക്കും എന്താണ് പറയുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയുടെ അധ്യായത്തിലേക്ക് കടക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. അകത്തെ ഭയം പുറത്തു വരും, പക്ഷേ അതാണ് നിന്റെ ശക്തിയുടെ തുടക്കം. വൃശ്ചികക്കൂറുകാർക്ക് 3ഉം 4ഉം ഭാവാധിപനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ സ്വനക്ഷത്രത്തിൽ സംക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2026 ജനുവരി 20 ആരംഭിച്ച ഈ ബലവർധന 2026 മെയ് 16 വരെ തുടരുന്നതാണ്. കഠിന പ്രയത്നങ്ങൾക്ക് ഫലം കാണാൻ സാധിക്കുന്നതാണ്. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് തങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതുമാണ്. കർമ്മമേഖലയിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാകുകയും അതിനുവേണ്ടി കഠിന പ്രയത്നം വേണ്ടി വരുന്നതുമാണ്. ഏതൊരു മേഖലയിലായാലും കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കുന്നതാണ്. പ്രായോഗിക ബുദ്ധി വർദ്ധിക്കുന്നതാണ്. തന്റെ പ്രവർത്തനങ്ങൾ ഫലവത്താവുകയും ചെയ്യുന്നതാണ്. ആശയവിനിമയ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ സൗഹൃദങ്ങളൊക്കെ ഉടലെടുക്കുന്നതാണ്. കുടുംബത്ത് ചില അച്ചടക്കമില്ലായ്മ കാണാനാകുമെങ്കിലും അവയെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാനാകുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ വിജയിക്കാൻ സാധിക്കും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ അഭിപ്രായങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. വിവിധ ധനസ്രോതസ്സുകളിൽ നിന്ന് ധനാഗമനം ഉണ്ടാകുമെങ്കിലും എല്ലാ ധന ഇടപാടുകളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേക ശ്രദ്ധ ഈ കാര്യത്തിൽ ചെലുത്തുക. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ്. അമ്മയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ദൈവാധീനം പൊതുവെ വർദ്ധിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ശനി ശിക്ഷിക്കുന്നില്ല, അവൻ പാകപ്പെടുത്തുന്നു. ശനി കനിയുമ്പോൾ ജീവിതവും കനിയും. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം, ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളു പായസം, നെയ്യ് അഭിഷേകം എന്നീ വഴിപാടുകളൊക്കെ ചെയ്യുക. കൂടാതെ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, വടമാല, വെറ്റിലമാല ഇവയൊക്കെ സമർപ്പിക്കുന്നതും നല്ല ഫലത്തെ ലഭിക്കുന്നതിന് സഹായിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശബരിമല ദർശനം നടത്തുന്നതും ഒക്കെ ശുഭഫലത്തെ വർദ്ധിപ്പിക്കും. കൂടാതെ എള്ള, ശർക്കര എന്നിവ ദാനം ചെയ്യുന്നതും ശനി പ്രീതികരമാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്തയെങ്കിലും ഉണർത്തിയെങ്കിൽ, ഈ ജ്ഞാനം ഒരു ജീവനെങ്കിലും സഹായിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്ക് ധർമ്മത്തിന്റെ മൗനസമ്മതത്തിനായി നൽകൂ. ഒരു ഷെയർ ശനിയുടെ ഈ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കാനായി ചെയ്യൂ. ഋഷിപ്രോക്തം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഋഷിമാരുടെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ എല്ലാവരിലേക്കും എത്തിക്കാനായി നിങ്ങളുടെ സഹകരണവും
ബെല്ലൈക്കണിൽ ഒന്നമർത്തു. കാലം വിളിക്കുമ്പോൾ ജ്ഞാനം നിങ്ങൾക്ക് മുന്നിൽ ഒരു മുന്നറിയിപ്പായി എത്താനായി. ഓം ശം ശനൈശ്വരായ നമ. ഓം ശം ശനൈശ്വരായ നമ. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. നന്ദി.